ഇന്നലെ കസ്ബഗിയിൽ സ്റ്റേ ചെയ്ത റൂമാണിത്. 60 ലാറിയാണ് ഇതിന് കൊടുത്തത്. ഏകദേശം 1800 രൂപ 2 പേർക്ക്. നല്ല നീറ്റും അതുപോലെ എന്താ പറയണ്ടേ, നല്ല കംഫർട്ടാണ്. അതേപോലെ നല്ല സ്ഥലമാണ്. വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുകൊണ്ടും ആരെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഹോട്ടലാണിത്, കസ്ബഗി ഇൻ. ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. നല്ല സ്റ്റാൻഡേർഡ് റൂമാണിത്. ഞാൻ ചെയ്യുന്ന സമയത്ത് 1830 കാണിച്ചത്, പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ 3000 കാണിക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് നല്ല വ്യത്യാസം വരുന്നുണ്ട്. അഥവാ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യാം. കസ്ബഗി ടൗൺ ആകെയുള്ളത് ഇത്രയാണ്. ഒരു 10-20 കടകളുണ്ട് ചെറിയ, പിന്നെ കുറച്ച് ടാക്സികൾ മാത്രമേ. ഇന്നലെ വന്ന് ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നലെ വന്ന് ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് തിരിച്ചു പോകാനുള്ള മഷൂക്ക ഉള്ളത്. ഇതിൽ ഫുൾ ആളായിട്ടുണ്ട്. അടുത്ത മഷൂക്ക പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കസ്ബഗിയിൽ നിന്ന് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടും നമുക്ക് മഷൂക്ക കിട്ടും. ആൾ ഫുള്ളായി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ ഓരോ മണിക്കൂർ ഗ്യാപ്പിലാണ് മഷൂക്ക ഉള്ളത്. അപ്പോൾ ഈ മഷൂക്ക പോകാൻ പോകുന്നത് 11 മണിക്കാണ്. ഇപ്പോൾ സമയം 10:15. വെയിറ്റ് ചെയ്യേണ്ടി വരും ആൾക്കാരെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 20, 25, 30 ലാറിയാണ് 2 പേർക്ക് തിബ്ലിസിലേക്ക് ചാർജ് ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് 15 ലാറി വെച്ച്. ഇത് സിൻവാലി വാട്ടർ റിസർവറാണ്. ഇതിന് താഴെ ഒരു ചെറിയൊരു ഡാമുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇത് നമ്മൾ ടിബ്ലിസിയിൽ നിന്നും ഗദൗരി അല്ലെങ്കിൽ കസ്ബഗി പോകുന്ന സമയത്ത് കാണുന്ന ഒരു തടാകമാണിത്. ഇവിടെ നിന്ന് വന്ന് എല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. സോനിയർ വെക്കുന്നതും അതുപോലെ ജ്യൂസൊക്കെ വെക്കുന്ന കുറേ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. കാര്യം കിടന്നു നടക്കുന്നുണ്ട്. അതുപോലെ ജാക്കറ്റ്, തുണി, ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. സോനീറൊക്കെ വെക്കുന്ന കടകളാണ്. ഇതിവിടെ കാണപ്പെടുന്ന ഒരു തരം തൊപ്പിയാണിത്. ഇതൊരു ആർച്ച് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആർച്ചാണ്. ഇതാണ് ദിദൂബെ മഷൂക്കി എല്ലാം നിർത്തുന്ന സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോർഡ് കാണാൻ പറ്റും. കസ്ബഗി സ്റ്റെപ്പാൻസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. നിങ്ങൾ അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ വന്നിട്ട് അവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു മഷൂക്കയിൽ കയറിയിട്ട് പോകാം. അല്ലാതെ പുറത്ത് മിനി ബസ്സിൽ കയറുകയാണെങ്കിൽ അവർ ഡബിൾ ചാർജാണ് വാങ്ങുന്നത്. അപ്പോൾ വഴി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് നേരെ വന്ന് ഇവിടെയൊക്കെ മഷൂക്ക് നിർത്തിയിട്ടുണ്ടാവും. ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും കസ്ബഗി അല്ലെങ്കിൽ സ്റ്റെപ്പാൻസ്മെൻ്റ്. അതിൽ കയറിയിട്ട് വെക്കും. ദിദൂബെ മഷൂക്കി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നടന്നു പോകേണ്ട ദൂരമാണ്. ഒരു 500 മീറ്ററാണ് കാണിക്കുന്നത് മാപ്പിൽ. മാപ്പ് നോക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മെട്രോ ആക്സസ് എല്ലാ ഭാഗത്തേക്കും കിട്ടും. അവിടെ പോയിട്ടൊരു കാർഡ് എടുക്കണം മെട്രോൻ്റെ. എന്നിട്ട് പിന്നെ നമുക്ക് ആ കാർഡ് വെച്ച് ബാക്കിയെല്ലാം ബസ്സും മെട്രോയും അതുപോലെ കേബിൾ കാറിനെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മെട്രോ സ്റ്റേഷനിലേക്ക് പോകാതെ ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ട്. ഇതിന് തൊട്ടപ്പുറം തന്നെയാണ് സ്റ്റേഷൻ വരുന്നത്. ടിബ്ലിസി നഗരത്തിനുള്ളിലെ കാഴ്ചയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. നമ്പറും പിന്നെ അതുപോലെ ജോർജിയൻ ലാംഗ്വേജിലാണ് മൊത്തം എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ. ദിദൂബെ മെട്രോ സ്റ്റേഷനാണിത്. ഇവിടെ നിന്നാണ് ഇനി ഞാൻ ബാക്കിയുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ പോകുന്നത്.
ഇവിടെ നിന്ന് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കാർഡ് വാങ്ങാൻ പറ്റും. 2 ലാറിയാണ് ഇതിന് വരുന്നത്. അത് ലാറിയും പിന്നെ അതേപോലെ ബാക്കി 5 ലാറിയും മറ്റേ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മെട്രോ ആക്സസ് ചെയ്തത്. നോർമലി ദുബായിലുള്ള ഇതേപോലുള്ള ആക്സസിനെയാണ് കൊടുക്കുന്നത്. ഷവർമ സ്മോളിന് 8, വലിയതിന് 12. അതൊക്കെ ഓരോന്നാട് കഴിക്കാൻ പറ്റും. ഷവർമ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റ്. ചിക്കൻ ഷവർമയാണ്, വലിയ ഷവർമയാണ്. ഒരു ഷവർമ കഴിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം തരാം. ടേസ്റ്റും കുഴപ്പമില്ല, നല്ലതുണ്ട്. ഈ ഷവർമക്ക് 8 ലാറിയാണ്, ഇതിനെക്കാട്ടും വലുതിന് 12 ലാറി. 8 ലാറിന് തന്നെ വലിയ ഷവർമയാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയ മെട്രോ കാർഡാണിത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മെട്രോ പിന്നെ അതുപോലെ ബസ് ബാക്കിയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ബസ്സിന് മിനിമം ചാർജ് വരുന്നത് 1 ലാറിയാണ്. ഇതിൽ നമുക്ക് കാർഡിന് 2 ലാറിയും ബാക്കി നമുക്ക് 1 ലാറി മുതൽ അങ്ങോട്ടേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മദർ ഓഫ് ജോർജിയ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാച്യൂവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 462ാമത്തെ ബസ്സിൽ പോകാനാണ് മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 462, ഇത് 359. 22ാമത്തെ ബസ്സാണ് ഇപ്പോൾ നമ്മൾ കയറിപ്പോകേണ്ടത്. ഇത് 2 ടൈപ്പ്, ഇത് ഒരു മസൂക്കി ടൈപ്പുള്ള ബസ്സാണ്, ഇതും ഒരു ടൈപ്പ് ബസ്സാണ്. നമ്പർ ഉണ്ടാവും അതിന് മുമ്പിൽ, അതിൽ കയറിയിട്ട് പോവുക. ഇതൊരു ടൈപ്പാണ്. ടിബ്ലിസി സിറ്റി മദർ ഓഫ് ജോർജിയയിലേക്ക് പോകാൻ വേണ്ടി നടക്കുന്നതാണ്. ബസ്സിൽ വന്ന് ഇറങ്ങി നടന്നു പോവുകയാണ്. അപ്പോൾ ഇതൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല കല്ലൊക്കെ വിരിച്ച് നല്ല ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാ സ്ഥലവും. ടിബ്ലിസി നഗരം. ജോർജിയയിലേക്ക് പോവുകയാണ്. നടന്ന് പോകുന്നതാണ്. ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോവാം. ബസ്സിന് വന്ന് അവിടെ ഇറങ്ങി ഈ വഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. വെച്ചിട്ടുണ്ട് മദർ ഓഫ് ജോർജിയ ലെഫ്റ്റ് സൈഡ്. പിന്നെ അവിടെ ഒരു ചർച്ചുണ്ട്, ലൈം ചർച്ച്. പിന്നെ ഒരു സ്ക്വയർ ലഡോ ഗുഡൈഷ്ലി വിൽജ് അങ്ങനെയുള്ള ഒരു സ്ക്വയർ. അതിൻ്റെ പേരൊക്കെ വായിക്കാം. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു. ഇതാണ് അതിൻ്റെ പേര്. അവിടെ ഒരു പഴയൊരു ചർച്ചൊക്കെ ഉണ്ട്. അതുപോലെ സൈഡിലെല്ലാം റെസ്റ്റോറൻറ്റൊക്കെയാണ്. ഫുഡൊക്കെ വെച്ച് ആൾക്കാരെ കാത്തിരിക്കുന്ന കടക്കാരാണ് ഇവരൊക്കെ. ഇതിലെ കൂടി നമുക്ക് പോവാം. നടന്ന് മുകളിലേക്ക് പോകാൻ ഇതാ അവിടെ കാണുന്നുണ്ട്, സ്റ്റാച്ചു അവിടെ കാണുന്നുണ്ട്. ദൂരം മല മുകളിൽ അതാണ് സ്റ്റാച്ചു. അവിടെ മുകളിലേക്ക് ഇനി അങ്ങനെ പോകുമെന്ന് അറിയില്ല. സ്റ്റെപ്പാണോ അതോ നടന്നെങ്കിലും കേബിൾ കാർ മറ്റുള്ളൂ എന്നറിയില്ല. പോയി നോക്കട്ടെ. ഇല്ല, നടന്ന് തന്നെ വേണം. എല്ലാവരും നടന്ന് പോകുന്നുണ്ട് ഇതിൽ സ്റ്റെപ്പ് കയറിയിട്ട്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മദർ ഓഫ് ജോർജിയയിലേക്ക് പോകാനുള്ള. ഇവിടെ തന്നെ ഒരു ചർച്ച് ഉണ്ട്, പഴയ ഒരു ചർച്ച്. നല്ല കുത്തനെയുള്ള കയറ്റാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് മുകളിലേക്ക് എത്തുന്നുണ്ടോ നോക്കട്ടെ.
ഞാൻ മദർ ഓഫ് ജോർജിയൻ്റെ അരികത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റാച്ചു, പുറകിൽ സ്റ്റാച്ചു കാണുന്നുണ്ട്. പുറകിലല്ല, എൻ്റെ മുന്നിലാണ് സ്റ്റാച്ചു ഉള്ളത്. ഓക്കെ, പക്ഷെ ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഏതോ ഒരു ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇന്ന് അത്യാവശ്യം തിരക്ക് ഇവിടെ കുറവാണ്. സമയം ഇപ്പോൾ 5:45. നല്ല വെയിലൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. ഇതാണ് മദർ ഓഫ് ജോർജിയയുടെ പ്രതിമ. സൊളോലാക്ക എന്ന് പറയുന്ന മലേൻ്റെ മുകളിൽ 1958 പണി കഴിപ്പിച്ച അതാണ് ഈ പ്രതിമ. ഞാൻ വിക്കിപീഡിയ നോക്കുന്ന സമയത്ത് കണ്ടത് ടിബ്ലിസി നഗരത്തിൻ്റെ 1500ാമത്തെ ആനിവേഴ്സറിൻ്റെ സമയത്ത് നിർമ്മിച്ചാണെന്നാണ്. പിന്നെ പ്രതിമേൻ്റെ വലത് കൈയിൽ ഒരു വലത് കൈയിൽ ഒരു വാളും ഇടത് കൈയിൽ ഒരു വൈൻ പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് പ്രതിമ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ പ്രതിമയുള്ളത് ടിബ്ലിസി നഗരത്തിനെ നോക്കി നിൽക്കുന്ന രീതിയിലാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറകു ഭാഗം കാണാൻ പറ്റും. ഇന്ന് കാണണമെങ്കിൽ നമ്മൾ താഴെ ടിബ്ലിസി നഗരത്തിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റും. ആൾക്കാരൊക്കെ എപ്പോഴും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ടിബ്ലിസി ഈ പ്രതിമേൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് എടുക്കാൻ, ഫോട്ടോ എടുക്കാനുള്ള വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മുഖഭാഗം കാണാൻ പറ്റും. ഇത് ടിബ്ലിസി നഗരത്തിനെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിമ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മുഴുവൻ ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. ഒരു കയ്യിൽ വാളും മറ്റു കയ്യിൽ വൈനുള്ള ഒരു പാത്രവും പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു കെട്ടിടമുണ്ട്, അതിനോട് ചേർന്നിട്ട് നമ്മുടെ പൂക്കളൊക്കെ വലിക്കുന്നവർ ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഡോറൊക്കെ പഴയ ഡോറാണ്. താഴെ ടിബ്ലിസി നഗരം. ഇവിടെ നോക്കുമ്പോൾ പീസ് ഓഫ് ബ്രിഡ്ജൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട് താഴെ. നമുക്ക് അവിടെ പോകാനുണ്ട്. നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം അവിടെ പോകാം. വെള്ളത്തിനൊക്കെ 3 ലാറിയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെ റേറ്റ്. ഇത് കോളൊക്കെ 5 ലാറി, താഴെ 2 ലാറി ഉള്ളവർക്ക് 5 ലാറി. താഴെ വെള്ളത്തിനുള്ളത് 1 ലാറിയില്ല, 80 പൈസയാണ്. അതിനിവിടെ 3 ലാറി. അതിനെപ്പോലൊരു 1 ലാറിക്ക് 2 മിനിറ്റ്. ഇത് ബൈനോക്കുലറാണ് താഴേക്ക് നോക്കാൻ വേണ്ടി. ഇതിൽ നമുക്ക് കോയിൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 മിനിറ്റ് കാണും. 1 ലാറിയാണ്. ടിബ്ലിസി സിറ്റി മൊത്തം കാണാൻ പറ്റും. ടിബ്ലിസി കേബിൾ കാറാണ് ഇവിടുന്ന് താഴേക്ക് സിറ്റിയിലേക്ക് പോകുന്നത്. മദർ ഓഫ് ജോർജിയൻ്റെ അടുക്കുന്ന താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ താഴെ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്കും വരാം. നമ്മൾ നടന്നിട്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ കേബിൾ കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പഞ്ച് ആ പോ. കേബിൾ കാറിൽ പോകുന്നതാണ്. അകത്തേക്ക് കയറി
ടിബ്ലിസി നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൂടെ താഴേക്ക് പോവാം. ഡോറ് ഓക്കെ, ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്നുണ്ട്. അരേ അടിപൊളിയാണ്, അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പോകുന്നത്, നല്ല സ്പീഡിലും പോകുന്നുണ്ട്. താഴെ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന കാറ്. തൊട്ടപ്പുറാണ്. സൂപ്പർ സൂപ്പർ. ഒരു ലാരിക്ക് നഷ്ടമില്ല. ആകെ ജോർജിയയിൽ വന്നിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പക്ഷെ കൊടുത്ത പൈസക്ക് മുതലാകുന്നുണ്ട്. രണ്ട് ലാരിയാണെന്ന് തോന്നുന്നു കട്ടായിട്ടുള്ളത്, കറക്റ്റ് അറിയില്ല എത്രയാണ്. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടൈനിൻ്റെ അതിവിടെ വലിയൊരു ബലൂണുണ്ട്. ഇതൊക്കെ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതാണ്, മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ കേബിൾ കാർ മൂന്ന് വരുന്നുണ്ട്. മദർ ഓഫ് ജോർജിയൻ്റെ പ്രതിമ ഇവിടെ കാണുന്നുണ്ട്. വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാം. ചെറിയ വാട്ടർ ഫൗണ്ടൈനാ, പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ആ ഫൗണ്ടൈനിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ മുമ്പിലേക്ക് എത്താൻ പറ്റും. ഭയങ്കര തിരക്കാണ്, ആൾക്കാരൊക്കെ മുകളിൽ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടിബ്ലിസിയിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഇത്. അതുപോലെ അവിടെ മദർ ഓഫ് ജോർജിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ തിരിച്ച് മറ്റേ ഭാഗത്തേക്ക് പോകുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. കയറി പോവുകയാണ്. കേബിൾ കാർ ഇവിടെ, പുഴ ഇവിടെ, പാലം ഇവിടെ, എല്ലാം തൊട്ടെടുത്തെടുത്ത്. നടന്നു പോകുന്നുണ്ട്. ഇവിടെ ബോട്ട് ട്രിപ്പൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. ബോട്ട് ട്രിപ്പൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഗ്ലാസ്, അതായത് ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച പാലാണ്. പിന്നെ അതിന് ഗ്ലാസിൻ്റെ ഒരു കവറേജും കൂടി കൊടുത്തിട്ടുണ്ട്. കൂട്ടുന്നത് ഇതാണ് ഈ പാലത്തിൻ്റെ നിർമ്മിതി. താഴേക്ക് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പാലത്തിൽ. Tamam, asma dikte. ബ്രിഡ്ജ് ഓഫ് പീസ് കെട്ടിയിട്ടുള്ളത് ഖുറാ നദിക്ക് കുറുകെയാണ്. ഖുറാ നദി ടിബ്ലിസി നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഇവരുടെ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോട്ട് സർവീസൊക്കെ എടുക്കാം. എനിക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല കത്തി റേറ്റ് ആയിരിക്കും ഒരു പറയുന്നത്. നിരവധി ടൂർ ഗൈഡുമാർ ബോട്ട് സർവീസ് വേണമെന്ന് വെച്ച് ഇങ്ങനെ നമ്മളോട് വന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് തേങ്ങേൻ്റെ വെള്ളമുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ ഇളനീരല്ല, വെറും തേങ്ങേൻ്റെ വെള്ളം തന്നെ കൊടുക്കുന്നുണ്ട് കാര്യം.
已经开了，他来了，货还来了。 7 മണിയായി. കറക്റ്റ് 7 മണിയാകുമ്പോഴേക്ക് ഡോറ് തുറന്നു പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് ഒരു മണി അടിക്കും. ഹോട്ടലിലെ ഷെഫുമാരെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അടച്ചിടൊക്കെ ഉണ്ടല്ലോ, തോക്കൊക്കെ ഉണ്ട്. ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് അറിയില്ല. ഇവിടെ ഉണ്ട് നമുക്കാണ് കുറേ ഉണ്ട്. ഫുട്ബോളാണോ യുദ്ധത്തിൻ്റെ ഓർമ്മകളാണോ ഒന്നും അറിയില്ല. ടിബ്ലിസി നഗരത്തിലെ രാത്രി കാഴ്ചയാണിത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. അവസാനമാണ് ഈ ഫുഡ് വില്ലേജ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് മാപ്പിൽ കണ്ടത്. അവസാനം ഇവിടെ വന്ന് ഒരു കേരള റെസ്റ്റോറൻറ്റാണ്. നല്ല ഭക്ഷണം നല്ലതായിരുന്നു. അതിൻ്റെ കറി, റൈസ്, ചിക്കൻ ബിരിയാണി, പൊറോട്ട, ജോർജിയയിൽ വന്ന് ടിബ്ലിസിയിൽ നല്ല ചിക്കൻ കറി. നല്ല നാടൻ പൊറോട്ടയും ചിക്കൻ കറിയും.